ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏലിയാ സ്ലീവ മൂശ കാലത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന 4 വായനകളിലൂടെ കടന്നു ചെല്ലും. ആദ്യ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ വീണ്ടും കൽപ്പലകകൾ തയ്യാറാക്കി സീനായ് മലയിലായിരിക്കുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. നീണ്ട 40 ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഴിയുന്ന മോശ ക്ഷീണിതനായിട്ട് കാണപ്പെടുക എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യം. എന്നാൽ പുറപ്പാട് ഗ്രന്ഥം നമുക്ക് നൽകുന്ന വിവരണം ഇതാണ്: ദൈവവുമായി സംസാരിച്ചതിനാൽ അവൻ്റെ മുഖം തേജോമയമായി എന്നുള്ളത്. അടുത്ത വായന ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്നുമാണ്. തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സ്തോത്രം പാടുന്ന പുരോഹിത ഗണത്തെയാണ് നാം അവിടെ കണ്ടുമുട്ടുക. തങ്ങളെ തന്നെ ഒരുക്കി ശുശ്രൂഷയ്ക്കായി അണയുന്ന വൈദികർ ആ ശുശ്രൂഷ പൂർത്തിയാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ കാര്യം. എന്നാൽ ഇവിടെ ആ ശുശ്രൂഷ പോലും തുടരാൻ കഴിയാത്ത വിധം ആലയത്തെ തേജോമയമാക്കിക്കൊണ്ട് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്നു. ഇന്നത്തെ ലേഖന വായനയിൽ പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്: സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെയും ഭൗമിക ശരീരങ്ങളുടെയും തേജസ്സിലും വ്യത്യാസമുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ 4-ാം വായന. വെണ്മ, തിളക്കം എന്നുള്ള വാക്കുകളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഈശോയുടെ രൂപാന്തരീകരണത്തിൽ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഭൂമിയിലെ ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്നതിലും അപ്പുറം വെണ്മയും തിളക്കവുമുള്ളതായി അവിടുത്തെ വസ്ത്രങ്ങൾ കാണപ്പെട്ടു എന്നുള്ളതാണ്. ഭൗമികമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം നിൽക്കുന്ന സ്വർഗീയ യാഥാർത്ഥ്യത്തിലേക്ക് ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നു. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ സ്വന്തം മാനുഷിക ചിന്ത കൊണ്ട് മനസ്സിലാക്കാനും അതിൽ ഉൾക്കൊള്ളിക്കുവാനുമുള്ള നമ്മുടെ വിഫല ശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. പ്രായോഗിക ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെ സ്വീകരിക്കാനും അതിനു മുൻപിൽ ആമേൻ പറയാനും നമ്മളെ തന്നെ എളിമയുള്ളവരാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.